ഓം ശാന്തി. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ 88ാം വാർഷിക പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ 80 പതിറ്റാണ്ടുകളിലേറെയായി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ചെയ്തു വരുന്ന നിസ്വാർത്ഥ സേവന പ്രവർത്തനങ്ങളുടെ ഫലമായി വിശ്വമെമ്പാടും ആഗോള വ്യാപകമായി 140ഓളം രാജ്യങ്ങളിൽ 10,000-ൽ അധികം ബ്രഹ്മകുമാരീസിൻ്റെ ശാഖകൾ പ്രവർത്തിച്ചു വരുന്നു. ദുഃഖത്തിലും അശാന്തിയിലും പെട്ടുഴലുന്ന മാനവ സമൂഹത്തെ കരകയറ്റാൻ സഹായിക്കുന്ന മാനവ കുലത്തിന് ഒരു മൃതസഞ്ജീവനിയായി ബ്രഹ്മകുമാരീസിൽ നിത്യേന സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ആത്മീയ ജ്ഞാനം ഇന്ന് 10 ലക്ഷത്തിലധികം കുടുംബങ്ങൾ നിത്യേന ഈശ്വരീയ ജ്ഞാനം ശ്രവിച്ചുകൊണ്ട് രാജയോഗാധ്യാനം അഭ്യസിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ സുഖശാന്തി സന്തോഷത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 80 സംവത്സരങ്ങളിലേറെയായി ബ്രഹ്മകുമാരീസ് നടത്തി വരുന്ന ഈ മഹത്തായ ഉദ്യമത്തിൻ്റെ സ്മരണയ്ക്കായി ഇന്ന് ബ്രഹ്മകുമാരീസ് കടമ്പഴിപ്പുറം ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിൻ്റെ 88ാം വാർഷികത്തോടൊപ്പം കടമ്പഴിപ്പുറത്ത് ബ്രഹ്മകുമാരീസിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 25ാം വാർഷികവും ചേർന്ന് ഇവിടെ നാം ആഘോഷിക്കുകയാണ്. ആഘോഷ പരിപാടിയുടെ ആദ്യമായി വേദിയിലേക്ക് വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുകയാണ്. ആദ്യമായി തന്നെ ബ്രഹ്മകുമാരീസ് പാലക്കാട് മലപ്പുറം ജില്ലയിലെ ബ്രഹ്മകുമാരീസിൻ്റെ സർവീസ് കോർഡിനേറ്ററായ ബ്രഹ്മകുമാരി മീന ബഹൻജിയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതിനോടൊപ്പം ബ്രഹ്മകുമാരീസിൻ്റെ പാലക്കാട് മലപ്പുറം ജില്ലാ മീഡിയ കോർഡിനേറ്ററായ ഗോപാലകൃഷ്ണൻ ഭായി, ബ്രഹ്മകുമാരീസ് പാലക്കാട് ജില്ലയിലെ മുതിർന്ന രാജയോഗ ടീച്ചറും പാലക്കാട് ശാഖയുടെ സർവീസ് കോർഡിനേറ്ററുമായ ബ്രഹ്മകുമാരി കവിത സിസ്റ്റർ, ബ്രഹ്മകുമാരീസ് കോട്ടക്കൽ ശാഖയുടെ നേതൃത്വം വഹിക്കുന്ന ശാന്ത സിസ്റ്റർ, ബ്രഹ്മകുമാരീസ് ചെത്തല്ലൂർ ശാഖയുടെ നേതൃത്വം വഹിക്കുന്ന ദേവകി സിസ്റ്റർ, ബ്രഹ്മകുമാരീസ് കടമ്പുഴപ്പുറം ശാഖയുടെ നേതൃത്വം വഹിക്കുന്ന അനിത സിസ്റ്റർ, അതുപോലെ മണ്ണാർക്കാട് ബ്രഹ്മകുമാരീസിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് നിമിത്തമായ ഓമന മാതാജി എന്നീ വിശിഷ്ട വ്യക്തികളെ പരമാത്മാവിൻ്റെ സർവശക്തനായ സർവേശ്വരനായ ഭഗവാന്റെ ഈ ഈശ്വരീയ പാതയിൽ തൻ്റെ ജീവിതം മുഴുവനും സമർപ്പണം ചെയ്ത് ഈശ്വരീയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന, തൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹത് വ്യക്തിത്വങ്ങളെ, ഭഗവാന്റെ കണ്ണിലുണ്ണികളെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ നോക്കാം. വേദിയിൽ ആദ്യമായി തന്നെ ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു കുമാർ അർജുൻ വി അക്ഷയ്. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നേതാ. സമാധി കൊള്ളും സച്ചിന്മയാ സംഹാരാധിപ, സമസ്താപരാധവും ക്ഷമിക്ക ദേവ. വടക്കും നാഥ സർവം നടത്തും നാഥ, പരശുരാമനോടൊത്ത് രജതാദ്രി വിട്ടങ്ങ്
പരിവാരങ്ങളോടിങ്ങു പരിലസിപ്പൂ. അപങ്കൂരം പൊഴിയും നിൻ പ്രഭയാൽ തൃശിവപുരി അഭമമാകും തേക്കൻ കൈലമായി ഇന്നും ശുഭമെങ്ങും വിളങ്ങിടും ശൈലമായി. വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നേതാ. സമാധി കൊള്ളും സച്ചിന്മയാ സംഭാരാധിപ സമസ്താപരാധവും ക്ഷമിക്ക ദേവാ. നാം എല്ലാവരെയും ഈശ്വരീയ സ്നേഹത്തിൽ ലയിപ്പിച്ച കുമാർ അർജുന് വളരെയധികം നന്ദി. അടുത്തതായി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും സദസ്സിനെയും സ്വാഗതം ആശംസിക്കുന്നതിനായി ബ്രഹ്മകുമാരി കവിതാ സിസ്റ്ററെ ക്ഷണിക്കുകയാണ്. ഓം ശാന്തി. ഇന്ന് നമ്മുടെ കടമ്പഴിപ്പുറം നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനിക്കേണ്ട ഒരു സമയം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ പാലക്കാടിലെ തന്നെ സംസ്കാര സമ്പന്നമായൊരു നാടെന്ന് എപ്പോഴും കടമ്പഴിപ്പുറത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഞാനും കടമ്പഴിപ്പുറത്ത് നോക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാറുള്ളതായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നാണ്, എല്ലാവരും ഇവിടെ വളരെയധികം വിദ്യാസമ്പന്നരാണ്. മറ്റൊന്നാണ്, കർഷകരാണ്, കൂടുതലായും കൃഷിയെ ആശ്രയിക്കുന്നവരുമാണ്. ഇത് രണ്ടും തന്നെ നമ്മുടെ നാടിനെ സംസ്കാര സമ്പന്നമാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കടമ്പഴിപ്പുറം എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ ആരംഭിച്ചിട്ട് 25ാം വാർഷികമാണ്. ഒപ്പം തന്നെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ 88ാം വാർഷികവും നമ്മൾ ഈ വർഷം ആഘോഷിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി നമുക്കേവർക്കും അറിയാലോ, നമ്മുടെ നാട്ടിലെ ഒരു ആത്മീയ പ്രസ്ഥാനം ഒന്ന് വേരോടുക, ഒപ്പം തന്നെ ആ ആത്മീയ പ്രസ്ഥാനം യാതൊരു വിഘ്നങ്ങളുമില്ലാതെ, ഒരു തടസ്സങ്ങളുമില്ലാതെ ആ വിദ്യാലയം വളരുക വളരെയധികം ത്യാഗസമ്പുഷ്ടമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വളരെയധികം തുടക്കത്തിലെ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇന്ന് നമുക്ക് അഭിമാനിക്കാം, ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഈ കടമ്പഴിപ്പുറം ശാഖയായി 25ാം വാർഷികം ആഘോഷിക്കപ്പെടുകയാണ്. ഇതിൻ്റെ ലാഭം കഴിഞ്ഞ 25 വർഷങ്ങളായി ധാരാളം പേര് എടുത്തിട്ടുമുണ്ട്. ബ്രഹ്മകുമാരീസിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് രാജയോഗ ധ്യാനവും, രണ്ടാമത്തേത് ആത്മീയ സത്സംഗവും. ഈ ആത്മീയ സത്സംഗത്തിൽ ധാരാളം കുടുംബങ്ങൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ആ കുടുംബങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ലാഭമായിട്ട് ജീവിതത്തിൽ ശാന്തിയും സുഖവും സമാധാനവും സന്തോഷവും അവർക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കൊച്ചു ഗ്രാമത്തിൽ നിങ്ങളെല്ലാവരും തന്നെ ബ്രഹ്മകുമാരീസിൻ്റെ സ്നേഹപൂർവമായിട്ടുള്ള ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ബ്രഹ്മകുമാരീസിൻ്റെ പല ശാഖകളിൽ നിന്നുള്ള സഹോദരിമാരെ വേദിയിലെത്തിയിട്ടുണ്ട്. ബ്രഹ്മകുമാരി മീനാജി വന്ന് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ സഹപ്രശാസികയല്ല, വളരെ മുഖ്യ പ്രശാസിക തന്നെയാണ്. പിന്നെ ബ്രഹ്മകുമാരീസിൻ്റെ മീഡിയ കോർഡിനേറ്ററാണ് ഗോപാലകൃഷ്ണൻ ബ്രദർ. പട്ടാമ്പിയിൽ നിന്ന് എത്തിയിരിക്കുന്ന പവിത്ര സിസ്റ്റർ, ശാന്ത സിസ്റ്റർ കോട്ടയ്ക്കിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ചെത്തല്ലൂരിൽ നിന്ന് ദേവകി സിസ്റ്റർ എത്തിയിട്ടുണ്ട്. ഓമന മാതാജി മണ്ണാർക്കാട്. ഇവരെല്ലാവരും ഈ സേവനത്തിൻ്റെ ഭാഗങ്ങളാണ്. എല്ലാവരും ഈശ്വരീയ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കൂടാതെ തന്നെ
ഈ നാട്ടിലെ നിങ്ങളെല്ലാവരും ബ്രഹ്മകുമാരീസിലെ അമ്മമാരെ കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് വെയിലാണെങ്കിൽ പോലും വീടുകളിൽ കയറി നമ്മുടെ ബ്രഹ്മകുമാരീസിന് ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചു. നിങ്ങളും ഇന്ന് ഇത്രയും ചുട്ടുപൊള്ളുന്ന വെയിലാണ്. കാലാവസ്ഥ നമുക്ക് ഒരു പകുതി അനുകൂലമാണ്, പക്ഷെ പകുതി അനുകൂലമല്ല. പക്ഷേ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിലും നിങ്ങളിവിടെ എത്തിച്ചേർന്നു. നിങ്ങൾക്കെല്ലാവർക്കും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലെ എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം, സ്വാഗതം, സ്വാഗതം. ഓം ശാന്തി. 25 വർഷങ്ങളിലേറെയായി തൻ്റെ ജീവിതത്തെ മാനവിക സേവനത്തിനായി ഒഴിഞ്ഞുവെച്ച ബ്രഹ്മകുമാരി കവിതാ സിസ്റ്റർ പാലക്കാട്, മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ബ്രഹ്മകുമാരീസിൻ്റെ സേവന പ്രവർത്തനത്തിന് നിമിത്തമായിട്ടുണ്ട്. ഇവിടെ കടമ്പുഴിപ്പുറത്തും 2015 നടന്ന ദ്വാദശ ജ്യോതിർലിംഗത്തിനും കവിതാ സിസ്റ്റർ മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാഗതം ആശംസിച്ച കവിതാ സിസ്റ്റർക്ക് വളരെയധികം നന്ദി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് പൂച്ചെണ്ട് നൽകി ബ്രഹ്മകുമാരീസ് കടമ്പുഴിപ്പുറം ശാഖ തൻ്റെ സ്നേഹാദരവ് പ്രകടിപ്പിക്കുന്നു. പൂച്ചെണ്ട് നൽകാനായി ബ്രഹ്മകുമാരീസ് ശാഖയുടെ മുതിർന്ന ഈശ്വരീയ വിദ്യാർത്ഥിയായ ചെമ്പകശ്രീ ക്ഷണിക്കുകയാണ്. അനേക വർഷങ്ങളായി ഈശ്വരീയ സേവനത്തിനായി മാത്രം തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞുവെച്ച ശ്രേഷ്ഠരത്നങ്ങളാണ് വേദിയിൽ നമുക്ക് മുന്നിലിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും വേദിയിലിരിക്കുന്ന പരമാത്മാവിൻ്റെ ശ്രേഷ്ഠരത്നങ്ങൾക്ക് ശുഭഭാവനയും ശുഭകാമനയും നൽകാം. നന്ദി ചെമ്പകസ്റ്റർ. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അജ്ഞതയുടെ തിമിരം ബാധിച്ച മാനവ സമൂഹത്തിന് ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ വെളിച്ചം വീശുന്ന എന്ന ശ്രേഷ്ഠ ഉദ്യമത്തിന് നിമിത്തമായി ഇപ്പോൾ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം 88 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ 88 വർഷങ്ങളിലായി ഒരു ദിവസം പോലും അവധി നൽകാതെ, ഒരു നാണയം പോലും സ്വീകരിക്കാതെ ലോകത്തിൽ 10 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഇപ്പോഴും ഈ ഈശ്വരീയ ജ്ഞാനത്തിലൂടെ തൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് മുൻപ് വേദിയിൽ ബ്രഹ്മകുമാരീസിൻ്റെ 88ാം വാർഷികത്തോടൊപ്പം തന്നെ കടമ്പഴിപ്പുറം കൊച്ചു ഗ്രാമത്തിൽ പരമാത്മ പ്രത്യക്ഷതയുടെ കൊടിപാറിച്ച് 25 വർഷങ്ങളും തികയുകയാണ്. ഈ 2 വാർഷികങ്ങളും ഒരുമിച്ച് ചേർന്ന് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ ഭദ്രദീപം തെളിയിച്ച് നിർവഹിക്കുന്നതാണ്. ഭദ്രദീപം തെളിയിക്കുവാനായി വേദിയിൽ ബ്രഹ്മകുമാരി മീന ബഹൻജിയോടൊപ്പം ബ്രഹ്മകുമാർ ഗോപാലകൃഷ്ണൻ ഭായി, ബ്രഹ്മകുമാരി കവിതാ സിസ്റ്റർ. നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സൂരജ് കല്യാണ മണ്ഡപത്തിൽ നടത്തുവാനായി നമുക്ക് അനുമതി തന്ന ഈ കല്യാണ മണ്ഡപത്തിൻ്റെ ഓണർ ശ്രീ സൂരജ് അവർകൾ, ഖാദി ബോർഡിലെ കുമാരി ടീച്ചർ, ദേവകി ടീച്ചർ, ശ്രീമതി ഗീത PR, ഹെഡ് മിസ്ട്രസ് വിളയാൻ ചാത്തന്നൂർ കുഴൽമന്നം എന്നീ വിശിഷ്ട വ്യക്തികളെയും വേദിയിലേക്ക് വന്ന് ഭദ്രദീപം തെളിയിക്കുവാനായി അപേക്ഷിക്കുകയാണ്.
കടമ്പഴിപ്പുറം പഞ്ചായത്തിൻ്റെ മെമ്പറായ ശ്രീമതി ഷെൽവി അവർകളും വേദിയിലേക്ക് ഭദ്രദീപം തെളിയിക്കാനായി എത്തേണ്ടതാണ്. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം തൻ്റെ സേവന പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നതിനും എല്ലാ മേഖലകളിലേക്ക് എത്തിച്ചേരുന്നതിനുമായി ഓരോ വർഷവും ഓരോ തീം രൂപവൽക്കരിക്കാറുണ്ട്. ഈ വർഷം രൂപവൽക്കരിച്ചിട്ടുള്ള തീമാണ് ആത്മീയ ശാക്തീകരണത്തിലൂടെ ശുദ്ധവും ആരോഗ്യവുമായ സമൂഹം സൃഷ്ടിക്കുക. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുവാനായി പാലക്കാട് മലപ്പുറം ജില്ലാ ബ്രഹ്മകുമാരീസിൻ്റെ മീഡിയ കോർഡിനേറ്റർ ബ്രഹ്മകുമാർ ഗോപാലകൃഷ്ണൻ ഭായിജിയെ ക്ഷണിക്കുകയാണ്. ഓം ശാന്തി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾക്ക് ആദരപൂർവ്വം നമസ്കാരം. നമുക്കെല്ലാം വളരെയധികം സന്തോഷം നൽകുന്നൊരു സുദിനമാണ്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം ആരംഭിച്ച് അതിൻ്റെ സേവന പ്രവർത്തനങ്ങൾ മുഴുവൻ വിശ്വത്തിന് നൽകിക്കൊണ്ട് ഇന്ന് അതിൻ്റെ ഒരു 88 സംവത്സരങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നൊരു വേളയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കടമ്പുഴിപ്പുറം ശാഖയുടെ സിൽവർ ജൂബിലി 25ാം വാർഷികം സേവന വാർഷികവും ആഘോഷിക്കുന്നൊരു വേളയാണ്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീ വിശ്വവിദ്യാലയം, നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വിശ്വവിദ്യാലയം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രസ്ഥാനത്തെ പരമാത്മാ ഇതിൻ്റെ ആരംഭം മുതൽ ഇതിനെ രൂപീകരിച്ച് ഇതിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി. ഇതിൻ്റെ മുഖ്യമായ ലക്ഷ്യം തന്നെ ശാക്തീകരണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇന്നത്തെ പ്രസൻ്റായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥിതി നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെല്ലാവരും ഇന്ന് കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒരു അതിപ്രസരം അല്ലെങ്കിൽ അതിനടിമപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിത വ്യവസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്.
അപ്പം അത്രത്തോളം നമ്മൾ ആ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നറിയാൻ നമുക്ക് മനുഷ്യജീവിതം ഏത് തരത്തിൽ നമ്മൾ എത്തി എന്നുള്ളത്. തീർച്ചയായും അത് ജീവിതത്തിന് വേണ്ടതാണ്. പക്ഷെ ജീവിതം തന്നെ അതിനടിമപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളിന്ന് മാനുഷിക മൂല്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങളെല്ലാം ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ബുദ്ധിവികാസം, ഭൗതികമായിട്ടുള്ള ബുദ്ധിവികാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പറയാറുണ്ട് അല്ലേ, എമോഷണൽ ഇൻ്റലിജൻസ് എന്ന്, വൈകാരിക ബുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ വൈകാരിക ബുദ്ധി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് വാസ്തവത്തിൽ നമുക്ക് ഭൗതികമായ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമുക്ക് സത്യമായ ശാന്തിയും സുഖവും സന്തോഷവും മനുഷ്യന് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ പരമാത്മാ ഈ വിശ്വവിദ്യാലയം ആരംഭിക്കുമ്പോൾ ആ ഒരു എമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിയും കൂടി മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ അവന് ജീവിതം എന്ന് പറയുന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ അവന് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടി പരമാത്മാ ആദ്യം ഉദ്ദേശിച്ചത് ശാക്തീകരണമാണ്, മനുഷ്യ മനസ്സുകളുടെ ശാക്തീകരണം. അപ്പം അതിനായി അല്ലെ, ലോകത്തിൽ ഒരു നല്ലൊരു ക്രമം വീണ്ടും ഉണ്ടാകണമെങ്കിൽ ആദ്യം ശാക്തീകരിക്കേണ്ടത് സ്ത്രീകളെയാണ്. സ്ത്രീകളെ മുന്നിൽ വെച്ചുകൊണ്ട് സ്ത്രീകളിലൂടെ ഒരു മുന്നേറ്റം ഈ ലോകത്തിലുണ്ടാകണം. എന്നാൽ മാത്രമേ ഈ വിശ്വത്തിൽ നല്ലൊരു തലത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം പരമാത്മാ 1936 പ്രജാപിത ബ്രഹ്മാവിലൂടെ ഈ വിശ്വവിദ്യാലയം ആരംഭിക്കുകയും പരമാത്മാ പ്രജാപിത ബ്രഹ്മാവിലൂടെ ആരംഭിച്ച ആ ആദ്യകാലത്തെ സത്സംഗത്തെയാണ് നമ്മൾ ഓം മണ്ഡലി എന്ന് പറഞ്ഞു വന്നിരുന്നത്. ഓം മണ്ഡലി, ആ ഓം സമൂഹം, ഓം ശാന്തി. നമ്മൾ ബ്രഹ്മകുമാരീസിൻ്റെ ആപ്തവാക്യം തന്നെ ഓം ശാന്തി എന്നുള്ളതാണ്. കാരണം ശാന്തി എന്ന് പറയുന്നത് നമ്മളെല്ലാ മനുഷ്യ ആത്മാക്കളുടെയും നൈസർഗികമായിട്ടുള്ള സ്വഭാവമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി തന്നുകൊണ്ട്, നമ്മളെല്ലാവരും പരമാത്മാവിൻ്റെ മക്കളാണെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് ഈശ്വരൻ ഈ സൃഷ്ടിയിൽ ഒരു നവോത്ഥാനം ആരംഭിച്ചു. സോ പ്രജാപിത ബ്രഹ്മാവിലൂടെ ആരംഭിച്ച ആ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരമാത്മാ ആ ആദ്യകാലത്തിൽ 300 പേരുടെ ഒരു ചെറിയ ആത്മീയ സമൂഹം, അതിൽ മുഖ്യമായിട്ടുണ്ടായിരുന്നത് അമ്മമാരും സഹോദരിമാരും കന്യകമാരുമായിരുന്നു. അവരെ ഏകദേശം ഒരു 14 വർഷത്തിൻ്റെ ഒരു ശാക്തീകരണം, പരമാത്മാ ശാക്തീകരണത്തിനായിട്ട് ഉപയോഗിച്ച ഒരു പ്രക്രിയയാണ്, ഒരു സംവിധാനം, ജ്ഞാനം, യോഗം, ധാരണ, സേവനം എന്ന് പറയുന്ന ആ ഒരു ശക്തികളിലൂടെ പരമാത്മാ ഒരു വിപ്ലവം തന്നെ ആരംഭിക്കുകയാണ് ചെയ്തത്. സോ എല്ലാവർക്കും ഈ അവബോധം സൃഷ്ടിക്കുക. ആദ്യത്തെ ശാക്തീകരണത്തിൻ്റെ ആദ്യത്തെ പ്രക്രിയയായിരുന്നു മനുഷ്യ മനസ്സുകളിൽ സത്യമായ അവബോധം സൃഷ്ടിക്കുക. മനുഷ്യരെല്ലാവരും ഇന്ന് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ പറയുകയാണെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ തന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് തെറ്റാണെന്ന് അറിയാതെ തന്നെ നമ്മളതിനെയെല്ലാം ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുക. അപ്പോൾ ആ രീതിയിൽ ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ട ആ ഒരു സമൂഹത്തെ സത്യമായ ജ്ഞാനം നൽകി സത്യബോധത്തിലേക്ക് ഉണർത്തി അവർക്ക് ആ യോഗത്തിലൂടെ, ധ്യാനമെന്ന് പറയുന്ന രാജയോഗം, ധ്യാനമെന്ന് പറയുന്ന പ്രക്രിയയിലൂടെ അവരെ വീണ്ടും ആ ജ്ഞാനത്തെ അവരിൽ നിറച്ച് ഉൾക്കൊള്ളാൻ പ്രാപ്തരാക്കി അതിനെ നല്ല രീതിയിൽ ധാരണ ചെയ്ത് അങ്ങനെയുള്ള ഒരു ശാക്തീകരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ തയ്യാറാക്കിയതിന് ശേഷം 14 വർഷത്തെ ആ ഒരു പ്രക്രിയയ്ക്ക് ശേഷം പരമാത്മാ ആ 300 പേരെ വിശ്വസേവനത്തിനായിട്ട് ലോകമെമ്പാടും പറഞ്ഞയച്ചു. സോ അതിൽ മുഖ്യമായ ആ സഹോദരിമാരാണ് ഇന്ന് ഓരോ ഇന്ത്യയുടെ പല ഭാഗത്തും സഞ്ചരിക്കുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചിരുന്ന ഈ വിശ്വവിദ്യാലയം ഏകദേശം 140ഓളം രാജ്യങ്ങളിൽ പറന്ന് പന്തലിച്ച് ഒരു മഹാപ്രസ്ഥാനമായിട്ട്
ഈശ്വരീയ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിന് മുഖ്യ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ബ്രഹ്മകുമാരി സഹോദരിമാരാണ്. സോ സിസ്റ്റർ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന സഹോദരിമാരെ നിങ്ങൾ കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഇപ്പോൾ നമ്മളെങ്ങനെയാണോ ഈ കടമ്പുടിപ്പുറം ശാഖയുടെ 25-ാം വാർഷികം ആഘോഷിക്കുന്നത്, അപ്പോൾ ഇവരെല്ലാവരും, ഈ സഹോദരിമാരെല്ലാവരും എത്ര ചെറുപ്പത്തിലായിരിക്കും ഈ വിശ്വസേവനത്തിനായിട്ട് വന്നത് നമുക്കറിയാം. അപ്പോൾ അതുപോലെ ഈ ഈശ്വരീയ ജ്ഞാനത്തിൽ ആകൃഷ്ടരായി, അല്ലെ, നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, ഏകദേശം 50% കൂടുതൽ യുവാക്കളാണ് ഇന്നത്തെ ജനസംഖ്യയുടെ ഉള്ളത്. സോ തീർച്ചയായിട്ടും ഇന്നത്തെ യുവാക്കൾ മുന്നിലേക്ക് വരാനും മുന്നിൽ വന്നുകൊണ്ട് അവരുടെ ഭാവി അവർ തന്നെ നിർമ്മിക്കാനും കെൽപ്പുള്ളവരായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ യുവാക്കൾ മുന്നിൽ വരുന്നുണ്ട്, വന്നിട്ട് അവർ മുഖ്യമായ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭരിക്കാൻ തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അറിയാം അവരിൽ സത്യമായ ആത്മീയതയുടെ അടിത്തറ ഇല്ലാത്തത് കൊണ്ട്, മൂല്യങ്ങളുടെ അടിത്തറ ഇല്ലാത്തത് കൊണ്ട്, അല്ലേ, വളരെ അധികം തെറ്റിദ്ധരിപ്പിക്കുന്നതും, അല്ലേ, അവരുടെ തെറ്റായ പ്രവർത്തികളെ അവർ തെറ്റിലൂടെ തന്നെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രക്രിയകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മൂല്യാധിഷ്ഠിതമായിട്ട്, മൂല്യങ്ങളിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഏറ്റവും ശുദ്ധമായ, സംശുദ്ധമായ ഒരു കുടുംബമായാലും സമൂഹമായാലും രാജ്യമായാലും നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ അതൊരു ആരോഗ്യപൂർണമായിട്ടുള്ളൊരു സമൂഹമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഈ വിശ്വവിദ്യാലയത്തിൻ്റെ ഈ വർഷത്തെ കൂടുതൽ ഊന്നൽ നൽകുന്നത് ആ സംശുദ്ധിക്കാണ്. അത് കേവലം പ്രകൃതിയുടെ, നമ്മുടെ പരിസരത്തിൻ്റെ ശുദ്ധി മാത്രമല്ല, അല്ലേ, നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയും ആത്മീയതയുടെ ശുദ്ധിയും എല്ലാ തരത്തിലുള്ള ശുദ്ധികളെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംശുദ്ധമായ ഒരു ജീവിതത്തെ നമ്മൾ നയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും ആരോഗ്യകരമായ ഒരു സമൂഹമാക്കി നമ്മൾ മാറ്റുമ്പോൾ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല ഒരു സന്തുഷ്ടമായ ഒരു ജീവിതം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം കൂടുതൽ മനുഷ്യ ആത്മാക്കൾക്ക് ഈ രീതിയിലുള്ള ആത്മീയ സശക്തീകരണം നൽകിക്കൊണ്ട് കൂടുതൽ ആൾക്കാരെ ഏറ്റവും നല്ലൊരു ജീവിതം ജീവിക്കാൻ കെൽപ്പുള്ളവരാക്കിയിട്ട് മാറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം ശാന്തി. ഔദ്യോഗികപരമായി മെക്കാനിക്കൽ എഞ്ചിനീയറായി വിദേശത്ത് സേവനമനുഷ്ഠിച്ച ബ്രഹ്മകുമാർ ഗോപാലകൃഷ്ണൻ ബൈജി 25 വർഷങ്ങളിലേറെയായി ബ്രഹ്മകുമാരീസിൻ്റെ മീഡിയ സേവനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് പരമാത്മാ ജ്ഞാനത്തെ കേരളത്തിലൊട്ടാകെ മാത്രമല്ല ലോകത്തിലുള്ള മുഴുവൻ മലയാളികളിലേക്കും മീഡിയ വഴി എത്തിക്കുവാൻ ഗോപാലകൃഷ്ണൻ ബൈജിയുടെ പങ്ക് വളരെയേറെയാണ്. പ്രത്യേകിച്ചും കോവിഡിൻ്റെ സമയത്ത്, മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈശ്വരീയ ജ്ഞാനം നൽകി അവർക്ക് മാനസികപരമായി ധാരാളം ഉണർവും ഉന്മേഷവും ഉത്സാഹവും ജീവിക്കുവാനുള്ള ഒരു പ്രേരണയും ഈശ്വരീയ ജ്ഞാനത്തിലൂടെ നൽകുവാൻ ഗോപാലകൃഷ്ണൻ ബൈജി വളരെയധികം നിമിത്തമായിട്ടുണ്ട്. നമുക്ക് ഈ വർഷത്തെ തീമിനെ കുറിച്ച് വളരെ നന്നായി വിവരിച്ചു തന്ന ഗോപാലകൃഷ്ണൻ ബൈജിക്ക് വളരെയധികം നന്ദി. പരമാത്മാവ്, ഈശ്വരൻ സത്യമാണ്, ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ സത്യവും നമ്മുടെ കൈകളും ഒരുമിച്ച് ചേർക്കേണ്ട സമയമാണ്. അതിനൊരു നല്ല അവസരമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ഈ കലിയുഗാന്ത്യം നമ്മൾ കാത്തിരിക്കുന്ന അതേ സമയമാണ്, നിമിഷങ്ങളാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. സ്വയം ഭഗവാൻ ദിവ്യ അവതരണം ചെയ്ത് നമ്മൾ ഓരോരുത്തർക്കും സുഖശാന്തിയുടെ സമ്പത്ത് നൽകാൻ വന്ന സമയം. ഈ സമയത്ത് നമുക്ക് ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ മഹത്വം എന്താണെന്നുള്ളതും ബ്രഹ്മകുമാരീസിൻ്റെ ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ സന്ദേശം എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി തരുവാനായി പാലക്കാട് മലപ്പുറം ജില്ലയിലെ ബ്രഹ്മകുമാരീസ് ശാഖകളുടെ സർവീസ് കോർഡിനേറ്ററായ മീന ബെഹൻജിയെ ക്ഷണിക്കുകയാണ്. ഈശ്വരീയ സന്ദേശം നൽകുന്നതോടൊപ്പം തന്നെ ബ്രഹ്മകുമാരി മീന ബെഹൻജി നാം ഏവരെയും ധ്യാനത്തിൻ്റെ ആഴമേറിയ അനുഭൂതിയും ചെയ്യിപ്പിക്കുന്നതാണ്.
ശാന്തി. വേദിയിലിരിക്കുന്ന ആത്മീയ സഹോദരിമാരെ, സഹയാത്രികരെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ആത്മബന്ധുക്കളെ, സർവശക്തിവാൻ പരംപിത പരമാത്മാ, ജ്ഞാനത്തിൻ്റെ സൂര്യൻ, സ്നേഹത്തിൻ്റെ കടൽ, സർവേശ്വരൻ ഈ ഭൂമിയിൽ വന്ന് 88 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച മഹാജ്ഞാന യജ്ഞത്തിൻ്റെ വാർഷികാഘോഷമാണ് നമ്മളിവിടെ ഇന്ന് കൊണ്ടാടുന്നത്. സാധാരണ ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആർഭാടമാണ്. ഈശ്വരി വിശ്വവിദ്യാലയം ആഘോഷിക്കുന്നത് വളരെ നിശബ്ദമായ, തികച്ചും വേറിട്ട ഒരു രീതിയിലാണ്. ഇന്നത്തെ നമ്മുടെ ഈ ആഘോഷത്തിൻ്റെ പ്രത്യേകത തന്നെ നമ്മളെല്ലാവരും ചേരുന്ന, നമ്മൾ ഒരുമിച്ച് ചേരുന്നത് തന്നെ ഏറ്റവും വലിയ ആഘോഷം. രണ്ടാമത്തത്, നമ്മൾ ഒരുമിച്ചിരുന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, ശക്തിയുടെ ഊർജ തരംഗങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ഈ അന്തരീക്ഷത്തിലേക്കും പ്രവഹിപ്പിക്കുക. അതിലൂടെ ഈ സൃഷ്ടിയുടെ മഹാപരിവർത്തന കാര്യത്തിൽ, പോസിറ്റീവ് ചേഞ്ചിൽ നമ്മൾ ഓരോരുത്തരും നമുക്കിത് നൽകാവുന്ന ഏറ്റവും വലിയ ദാനം, ഇന്നില്ലാത്തതും എല്ലാവർക്കും വേണ്ടതുമായ മഹത്തായ ദാനമാണ് ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ദാനം. അതാണ് നമ്മൾ ഈ 88ാം വാർഷിക ആഘോഷത്തിൽ ഓരോ ഗ്രാമങ്ങളിലായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിന് പ്രകൃതി പോലും സഹയോഗിയാണ്. പരമേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യവും പ്രകൃതിക്ക് പോലും ഇത് ഏറ്റവും നാടിന് വേണ്ടതാണെന്ന് തോന്നുന്നതിൻ്റെ തെളിവാണ്. ഇന്ന് പ്രകൃതി ഇത്രയും ദിവസം ബീഭത്സ രൂപത്തിൽ നിന്ന പ്രകൃതി ഇന്ന് അതിരാവിലെ മുതൽ നമുക്കെല്ലാവർക്കും കുടപിടിച്ച് സ്വയം ശീതളത പ്രദാനം ചെയ്യുന്നത് പോലെ ഇത് ഈ നാടിനാവശ്യമാണ്, ഞങ്ങൾക്കും ആവശ്യമാണ്, നിങ്ങൾക്കും ആവശ്യമാണെന്ന് വിളിച്ചു പറയുന്നത് പോലെ പ്രകൃതി മാതാവ് ഇന്ന് നമ്മളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ നാടിനെ അനുഗ്രഹിച്ചിരിക്കുന്ന, രാവിലെ മുതൽ നോക്കൂ, കടമ്പഴിപ്പുറത്തെ കാലാവസ്ഥ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയാണെന്ന്. ഇതതിൻ്റെ തെളിവാണ്. പ്രകൃതി മാതാവും നമ്മളോടൊപ്പം. പറയാറില്ലേ, പ്രകൃതി മാനവന് ദാസിയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനുഷ്യന് വേണ്ടുന്നത്ര ചൂട്, വേണ്ടുന്നത്ര മഴ, കർഷകൻ പാടത്ത് നിന്ന് ആഗ്രഹിക്കുമ്പോൾ, മഴ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മഴ പെയ്തിരുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ പൂർവികരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അത്രയധികം പ്രകൃതിയും മനുഷ്യനും കൂടെ താതാത്മ്യം പ്രാപിച്ച് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഈ മഹോത്സവം ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രകൃതി മാതാവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ, ആദരവിൻ്റെ കാരണത്താലാണ്. കാരണം ദിവസവും നമ്മളെല്ലാവരും, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കുമാരിമാർ പ്രഭാതത്തിലും വൈകുന്നേരവും ഓരോ മണിക്കൂർ വിശേഷ ധ്യാനത്തിൽ പ്രകൃതിയുടെ 5 തത്വങ്ങൾക്കും വേണ്ടി നമ്മൾ പോസിറ്റീവ് വൈബ്രേഷൻസ് നൽകാറുണ്ട്. അതിന് റിട്ടേൺ പ്രകൃതി മാതാവ് നമുക്ക് നൽകുകയാണ്. നമുക്കെല്ലാവർക്കും ഈ പ്രോഗ്രാമിന് വേണ്ടി
ഈ നാടിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിൻ്റെ പ്രത്യക്ഷ പ്രമാണമാണിന്ന് നമ്മളെ കാണുന്നത്. കാരണം ആൾക്കാർ പൊതുവേ ചോദിക്കും, ആത്മീയത അതിനെന്താ തെളിവ്? ചെറിയ പിള്ളേരും ഇപ്പം പറയണം, സയൻസ് ആണെങ്കിൽ പ്രൂഫ് ഉണ്ടല്ലോ, ഇത് തെളിവ് തരൂ. ദൈവം ഉണ്ടെന്നതിന് എന്താ തെളിവ്? നമ്മൾ ആത്മാവുണ്ടതിന് എന്താ തെളിവ്? ഇതാണ് തെളിവ്. ഇന്ന് നമ്മൾ ഈ കാണുന്നത് ഏറ്റവും വലിയ പ്രമാണമാണ്. ജീവിതത്തിൽ നമുക്ക് നമ്മുടെ വ്യക്തിഗത അനുഭവങ്ങളെക്കാളും വലിയൊരു പ്രമാണം ഈ ലോകത്തിലില്ല. അതുകൊണ്ട് ആധ്യാത്മികത മനുഷ്യൻ്റെ ജീവിതത്തിൽ നൽകുന്നത് വ്യക്തിഗത പരിവർത്തനമാണ്. വ്യക്തിയുടെ പരിവർത്തനം നടക്കുമ്പോൾ അത് സമൂഹത്തിൻ്റെ വലിയ മാറ്റത്തിന് കാരണമായി മാറും. പറയാറുണ്ടല്ലോ, പല തുള്ളി പെരുവെള്ളം. അപ്പോൾ സന്മനസ്സുള്ള ഓരോ മനസ്സുകൾ ചേരുമ്പോൾ അതൊരു സമൂഹത്തെ, ഒരു കുളത്തെ, ഒരു കിണറിനെ, ഒരു പുഴയെ, ഒരു സമുദ്രത്തെ പതുക്കെ പതുക്കെ തയ്യാറാക്കാം. മാറ്റത്തിൻ്റെ പ്രക്രിയ അങ്ങനെയാണ്. എല്ലാവരിലും ചൂണ്ടി അവരാരും മാറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മളും മാറിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഉത്സവത്തിലെ 88ാം വാർഷികത്തിൻ്റെ ആഘോഷം എനിക്ക് ഫീൽ ചെയ്തത്, അതിരാവിലെ മുതലേ പ്രകൃതി ഈ ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു. പ്രകൃതിക്ക് ഇത്രയും സന്തോഷമുണ്ട്. ആ ഉത്സവത്തിൻ്റെ പ്രമാണം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് പ്രകൃതി മാതാവിന് ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിക്കാം. അല്പസമയം ധ്യാനത്തിലിരുന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രകൃതി മാതാവിനെ വന്ദിക്കാം. നിവർന്നിരിക്കാം. വളരെയധികം സ്നേഹാദരവോടുകൂടി പ്രകൃതിയുടെ 5 തത്വങ്ങളെയും നന്ദിയോടെ സ്മരിക്കാം. അഗ്നിയുടെ സ്രോതസ്സായ സൂര്യൻ, ആകാശം, വായു, വെള്ളം, ഭൂമി, പഞ്ചഭൂതങ്ങളുടെയും നാഥൻ, ഭൂതനാഥനായ പ്രകൃതിപതിയായ പരമേശ്വരനെ സ്നേഹത്തോടെ നമുക്ക് വിളിക്കാം. സ്വയം പരമ്പൊരുൾ, ശാന്തിയുടെ കടലായ പരമേശ്വരൻ്റെ ദിവ്യപ്രകാശം ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളാൽ സൂര്യതാപത്തിൻ്റെ കാഠിന്യം കുറയുകയാണ്. അഗ്നിതത്വം ശാന്തവും ശീതളവുമായി തീരുകയാണ്. പരമേശ്വര കിരണങ്ങളാൽ അന്തരീക്ഷം ശാന്തമാക്കുകയാണ്. പ്രാണവായു പ്രാണേശ്വരനായ ഹൃദയേശ്വരനായ ഭഗവാന്റെ പാവന കിരണങ്ങളാൽ
ശുദ്ധീകരിക്കപ്പെടുകയാണ്. പരമേശ്വര ചൈതന്യമൊഴുകി ജലകണങ്ങളെല്ലാം ഓരോ കണികകളും ശാന്തവും ശീതളവുമാകുകയാണ്. പിതാ പരമേശ്വരൻ്റെ സർവശക്തികളുടെ കിരണങ്ങൾ തലോടിക്കൊണ്ട് ഭൂമി മാതാവിനെയും സാന്ത്വനിപ്പിക്കുകയാണ്. പ്രകൃതിപതിയായ ലിയോ പരമേശ്വര ഭഗവാനെ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ 5 തത്വങ്ങളെയും മലിനീകരിക്കുകയോ ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജന്മജന്മാന്തരങ്ങളിലെ ഞങ്ങളുടെ അജ്ഞതയ്ക്കും തെറ്റുകൾക്കും മാപ്പ് നൽകുക. സർവേശ്വരൻ്റെ 1000 കരങ്ങൾ മക്കളുടെ എല്ലാം ശിരസിൽ മാപ്പ് നൽകിക്കൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. പ്രകൃതിയെ പരിപോഷിപ്പിക്കാനുള്ള സുകർമ്മം ചെയ്ത്, ശ്രേഷ്ഠകർമ്മം ചെയ്ത് തെറ്റിന് പശ്ചാത്താപം ചെയ്യും. അഞ്ച് തത്വങ്ങളെയും സദുപയോഗം ചെയ്യും. സർവേശ്വരൻ്റെ കിരണങ്ങൾ ശിരസ് മുതൽ പാദം വരെ ദേഹമാകുന്ന ഈ തത്വം, പഞ്ചഭൂത നിർമ്മിതമായ എൻ്റെ ശരീരം ഇതും പ്രകൃതിയുടെ ദാനമാണ്. പരമേശ്വരി കിരണങ്ങളാൽ കേശാദിപാദം സർവകർമ്മേന്ദ്രിയങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയാണ്. പ്രകൃതി മാതാവി കർമ്മേന്ദ്രിയങ്ങൾ ഈ ശരീരം നൽകിയത്, ദേഹമാകുന്ന ഈ രഥം നൽകിയത് ശ്രേഷ്ഠകർമ്മങ്ങൾക്കായിട്ടാണ്. മനസ്സാ വാച കർമ്മണ, ഞാൻ ഈ ശരീരം ഉപയോഗിച്ച് സർവകർമ്മേന്ദ്രിയങ്ങളിലൂടെയും സുകർമ്മം ചെയ്യും. സുകർമ്മമേ ചെയ്യൂ. ഓം ശാന്തി.
ഇന്ന് ഈ ആഘോഷവേളയിൽ നിങ്ങളെല്ലാം ക്ഷണിച്ചിരിക്കുന്നത് ദീപം കൊളുത്തി ഈ ആഘോഷം, ഉത്സവം നമുക്ക് ഓരോരുത്തർക്കും ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കാനാണ്. ഇന്ന് ഈ ദീപോത്സവം നടത്താൻ നിങ്ങൾ ഓരോരുത്തരും ഈ ദീപം കത്തിക്കാൻ എത്തുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ 3 മഹാസങ്കല്പങ്ങൾ ഉണ്ടാവണം. അതിലാദ്യത്തെ സങ്കല്പം, ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് 88 വർഷം കൊണ്ട് ഈശ്വരൻ നമുക്ക് കൊളുത്തി തന്ന ദീപം ആത്മദീപമാണ്. ഈ ജ്ഞാനയജ്ഞം രചിച്ച് ഈശ്വരൻ നൽകിയ സന്ദേശം, മക്കളെ, നിങ്ങളീ പുറമേ കാണുന്ന നശിക്കുന്ന ദേഹമല്ല, ഈ ശരീരം ഒരു ചിരാത് പോലെ മാത്രമാണ്. ഇത് ഒരു മൺചിരാത് ഉടയുന്നത് പോലെ ഇതേത് നിമിഷം വേണമെങ്കിലും തകർന്നുടയാം, തകർന്ന് തരിപ്പണമാകാം. ഇത് നശ്വരമാണ്, വിനാശിയാണ്. ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വേണമെങ്കിൽ ഒരു സൈലൻ്റ് അറ്റാക്കിന് ഈ ചിരാതിനെ തകർത്തുടയ്ക്കാം. അതിന് ഇവിടുന്ന് നമ്മൾ എഴുന്നേറ്റ് വീട് വരെ പോകണമെന്ന് പോലും ഇല്ല. എത്രയോ പേര് ഇരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കൊഴിഞ്ഞു വീണു, ഇരിക്കുന്നിടത്തിരുന്ന് മരിച്ചു, രാത്രി കിടന്നു, രാവിലെ എഴുന്നേറ്റില്ല. അതുകൊണ്ട് ഈ ചിരാത് തകരാൻ അധികം സമയം ആവശ്യമില്ല. ഒരു സെക്കൻഡിൻ്റെ പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ചിരാതാണ്. സാധാരണ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം, ഒരു കലം 5 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ പോലും നമ്മളതിൻ്റെ ബലം, ഉറപ്പ് കൊട്ടി നോക്കും, 10 തവണ തിരിച്ചും മറിച്ച് നോക്കും. 100 ചോദ്യം ആ മൺപാത്രം വിൽക്കുന്ന ആളോട് ചോദിക്കും ആ 5 രൂപ കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഗ്യാരണ്ടിയെക്കുറിച്ച്, ഉറപ്പിനെക്കുറിച്ച്. പക്ഷേ അതെല്ലാം ചോദിക്കുന്ന നമ്മളോട് ചോദിക്കണം, ഇതിന്, ഈ മൺകലത്തിന് എന്ത് ഗ്യാരണ്ടി ഉണ്ട്? പക്ഷെ ഇതിൻ്റെ വാല്യൂ എത്ര കൂടുതലാണ്, എത്ര വിലയുണ്ട്? 5 രൂപയുടെ ആണോ 10 രൂപയുടെ ആണോ? കോടികളെക്കാളും വിലയേറിയ മൺകലമാണിത്. ഓരോ അവയവത്തിൻ്റെയും വില നിങ്ങൾ ഇട്ടു നോക്കും. ഇന്നൊരു കിഡ്നി വാങ്ങണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ കിഡ്നി കേടുവന്നൊരു കിഡ്നി വാങ്ങി വെക്കണമെങ്കിൽ എത്ര വില കൊടുക്കണം? ഒരു കരൾ വാങ്ങണമെങ്കിൽ എത്ര വില കൊടുക്കണം? ഒരു ഹാർട്ട് മാറ്റി വെക്കണമെങ്കിൽ എത്ര വില കൊടുക്കണം? അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചിരാത് എത്ര വില പിടിച്ചതാണ്. ഇത്രയും വാല്യുബിളായ സാധനം, പക്ഷെ ഒരു സെക്കൻഡിൻ്റെ പോലും ഗ്യാരണ്ടി ഇല്ലാത്തത്. അതുകൊണ്ട് ഭഗവാൻ പറയാണ്, മക്കളെ, ഈ ഇത്രയും വാല്യുബിളാണ്, പക്ഷേ 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 നശ്വരമാണ്. അതുകൊണ്ട് ഇതിനെ പ്രതി അഹങ്കരിക്കല്ലേ. ഇനി ഈ ചിരാത് കയ്യിലുണ്ടെങ്കിലും ഈ കണ്ണിൻ്റെ കാഴ്ച, അല്ലെങ്കിൽ ഈ നാവിന് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഈ ബുദ്ധിക്ക് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി, ഇപ്പം നമ്മൾ നോക്കൂ, ജനിക്കുമ്പോൾ തന്നെ എത്ര കുട്ടികൾ എത്ര അംഗവൈകല്യത്തോടെ ജനിക്കുന്നു. ഓട്ടിസം പോലെയുള്ള എന്തെല്ലാം രോഗങ്ങൾ ഒരിക്കലും ചികിത്സിച്ച് നമുക്ക് ഭേദപ്പെടുത്താൻ പോലും കഴിയും. എത്ര കോടീശ്വരൻ്റെ വീട്ടിൽ ജനിച്ചാലും കോടികളും കൊണ്ട് നിസ്സഹായതയോടുകൂടി കൈയും കെട്ടി നിൽക്കുന്ന അവസ്ഥ നമ്മളെല്ലാവരും കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയാണ് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പ്രസക്തി. ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ആത്മീയത? നമുക്ക് പണിയെടുത്ത് ജീവിച്ചാൽ പോലെ, ആരെയും പറ്റിക്കാതെ അങ്ങ് ജീവിച്ചാൽ പോരെ? ജീവിച്ചാൽ മതി, പക്ഷെ ജീവിക്കാൻ പറ്റണം, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം. കേവലം കർമ്മം ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ചില അനിശ്ചിതത്വങ്ങളാണ്. ഒന്നുകിൽ നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം ശരീരത്തിന് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ, അല്ലാത്തപ്പോൾ ഇതിനെ തേച്ച് മിനുക്കി ഡൈ അടിച്ച് പല്ല് വെച്ച് എല്ലാം ഡെക്കറേഷൻ ചെയ്ത് നമ്മളിതിനെ മിനുക്കി നടക്കും. പക്ഷെ ഇതിലേതെങ്കിലും ഒരു അവയവത്തിനൊരു കേടുപാട് സംഭവിച്ചാൽ, 10 ദിവസം കിടപ്പിലായാൽ, 1 മാസം കിടപ്പിലായാൽ, 1 വർഷം കടന്നു പോയാൽ
അപ്പം നമുക്കറിയാൻ കഴിയും ഇതിൻ്റെയൊക്കെ മൂല്യം എത്രയായിരുന്നു. ഇതൊക്കെ നല്ല രീതിയിൽ കയ്യിലുണ്ടായിരുന്നപ്പോൾ എങ്ങനെയൊക്കെ സദുപയോഗം ചെയ്യാമായിരുന്നു, എന്തൊക്കെ ദുരുപയോഗം ചെയ്തു. ആ കിടന്ന കിടപ്പിലെല്ലാം മനസ്സിൻ്റെ സ്ക്രീനിൽ പശ്ചാത്താപം പോലെ സ്ക്രീനിൻ്റെ റീലിലെല്ലാം തെളിഞ്ഞു വരും. അപ്പോഴാണ് അറിയാതെ അവിടെ കിടന്നിട്ട് പലരും കണ്ണീര് വാർക്കുന്നത്. അത് അസുഖത്തിൻ്റെ വേദന കൊണ്ട് മാത്രമല്ല, പല വേദന സംഹാരികളും കഴിച്ച് നമ്മൾ വേദനയിൽ നിന്നൊക്കെ മുക്തമാക്കും. പക്ഷേ ഈ സാധനം കയ്യിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ചെയ്ത തെറ്റുകൾ ദുരുപയോഗപ്പെടുത്തിയത് ഓർമ്മിച്ചിട്ടും സദുപയോഗം ചെയ്യാതെ നഷ്ടപ്പെടുത്തിയത് ഓർമ്മിച്ച്, ഇത് രണ്ടുമാണ് നമുക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. അതാണ് കണ്ണീര് വാർക്കാൻ കാരണമാകുന്നത്. ആരും കാണാതെങ്കിലും കണ്ണീര് വാർത്ത് പോക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത്, ഈ കയ്യിലുള്ള ചിരാത് നല്ല രീതിയിൽ കയ്യിലിരിക്കുമ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? സദുപയോഗം ചെയ്യണം. രണ്ടാമത്തത്, ഇതുകൊണ്ട് ദുരുപയോഗം ചെയ്യുകയും അരുത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലുണ്ടാകേണ്ട ആദ്യത്തെ മഹാസങ്കല്പം ഏതായിരിക്കണം? ഈ ചിരാതിൻ്റെ ഉള്ളിലെ ദീപമാണ് ഞാൻ. ആത്മാവാകുന്ന ചൈതന്യം, ഈ ഡ്രൈവറാണ് ഈ വണ്ടി ഓടിക്കണേ. ഈ വണ്ടി എൻ്റെ നിയന്ത്രണത്തിലാണ്. ഇതെങ്ങനെ ഓടിക്കണം? സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിക്കണോ വലത്തോട്ട് തിരിക്കണോ? ബ്രേക്ക് എത്ര ചവിട്ടണം, എവിടെ ചവിട്ടണം, ആക്സിലറേറ്റർ എത്ര കൊടുക്കണം, ഇത് പൂർണ്ണമായും എൻ്റെ കയ്യിലാണ്. എൻ്റെ ചിന്തകളുടെയും എൻ്റെ തീരുമാനങ്ങളുടെയും എൻ്റെ സംസാരത്തിൻ്റെയും എൻ്റെ പ്രവൃത്തികളുടെയും സമ്പൂർണ്ണ കൺട്രോൾ എൻ്റെ പക്കലുണ്ട്. ആരാണ് ഞാൻ? ഇതെൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പറയും, എൻ്റെ തലയെന്ന് പോലും പറയും. എൻ്റെ മനസ്സ്, ആരുടേതാ മനസ്സ്? എൻ്റെ. ആരാ ഞാൻ? ഞാനാര്? ഇതിൻ്റെ മുഴുവൻ അതോറിറ്റി എൻ്റെ പക്കലാണ്. ആ അവിനാശിയായ അനശ്വരമായ ചൈതന്യം ദീപമാണ് ഞാൻ, ഒരു വെളിച്ചം. ഈ നിലവിളക്കിലെ ദീപം പോലെ ഈ ശരീരം ഒരു വിളക്കാണ്. പരമാത്മാ പറയണ ഇതിലെ ദീപമാണ് നിങ്ങൾ. ഈ വെളിച്ചമാണ് ആത്മചൈതന്യം. അതുകൊണ്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആൾക്കാർ വിചാരിക്കും ആത്മീയത എന്ന് പറഞ്ഞ് കാട്ടിൽ പോകണോ, വെള്ളവസ്ത്രം ധരിക്കണോ, കാവ്യവസ്ത്രം ധരിക്കണോ, തലമുണ്ടനം ചെയ്യണോ, വീട് വിട്ട് പോകേണ്ടി വരുമോ, ജോലി വിടേണ്ടി വരുമോ, മക്കളെ ഉപേക്ഷിക്കേണ്ടി വരുമോ? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, സിസ്റ്റർ നിങ്ങളെന്താ വെള്ളവസ്ത്രം ഇട്ടിരിക്കുകയല്ലേ ആത്മീയതയുടെ പേര് പറഞ്ഞിട്ട്? തീർച്ചയായിട്ടും വെള്ളവസ്ത്രമാണ്. കാരണം ഇത് നമ്മുടെ യൂണിഫോമാണ്. എന്തുകൊണ്ടെന്നാൽ 24 മണിക്കൂർ നമ്മൾ ഒരു പട്ടാളക്കാരന് എങ്ങനെ യൂണിഫോമിന് മഹത്വമുണ്ടോ, ഒരു നേഴ്സിൻ്റെ യൂണിഫോമിൻ്റെ മഹത്വം എന്താണോ, ഒരു വക്കീലിന് തൻ്റെ യൂണിഫോമിൻ്റെ മഹത്വം എന്താണോ, അതുകൊണ്ട് നമ്മുടെ സർവീസ് ലൈഫ്, ജീവിതം ഈ സേവനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് നമ്മുടെ യൂണിഫോമാണ്. അതിൻ്റെ അർത്ഥം ആധ്യാത്മിക ജീവിതത്തിന് ഈ യൂണിഫോം ധരിക്കണം എന്നില്ല, സേവനത്തിന് നമുക്കിത് യൂണിഫോമാണ്. നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും വീടുകളിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ പറയുന്നത് കർമ്മയോഗ മാർഗമാണ്. അതിനാദ്യം വേണ്ടത് എന്താണ്? ആത്മീയതയിൽ ആദ്യം വേണ്ടത്, ആത്മീയത വാക്കിൽ തന്നെയുണ്ട്, ആത്മാവാണെന്ന ബോധത്തിൽ ജീവിക്കുക. ഞാൻ ചൈതന്യമാണ്, ദീപമാണെന്ന ബോധത്തിലിരുന്നു കൊണ്ട് ഈ വിളക്കിനെ ഉപയോഗിക്കുക. ഡ്രൈവറാണെന്ന ബോധത്തിൽ ഈ വണ്ടി ഓടിക്കുക. കൺട്രോൾഡ് ഡ്രൈവിംഗ് ആര് ചെയ്യുന്നു? അവരുടെ പേരാണ് സ്പിരിച്വൽ ലൈഫുള്ളവർ. നാവിലാർക്ക് കൺട്രോളുണ്ടോ? കണ്ണിൻ്റെ മേലെ കൺട്രോളുണ്ടോ? വിചാരങ്ങളുടെ മേലെ കൺട്രോളുണ്ടോ? സംസാരത്തിൻ്റെ മേലെ നിയന്ത്രണമുണ്ടോ? നിയന്ത്രണമുള്ള ജീവിതം ആര് ജീവിക്കുന്നു? അതാണ് യോഗി ജീവിതം. യോഗി മീൻസ് സംയമനം പാലിക്കുന്ന ആൾ. എവിടെ മൗനം പാലിക്കണമോ അവിടെ മൗനം പാലിക്കാൻ കഴിവുള്ള ആൾ. എവിടെ ഇടപെടണോ അവിടെ മാത്രം ഇടപെടുക. ഏത് വാക്ക് ഉച്ചരിക്കണമോ ഏറ്റവും നല്ല വാക്കുകൾ ഈ ഡിക്ഷണറിയിൽ നിന്നെടുത്ത് സഭ്യതയുള്ള വാക്കുകൾ സമയം, സന്ദർഭം, സാഹചര്യം, വ്യക്തി നോക്കിയിട്ടെടുത്ത് ഉപയോഗിക്കാൻ കഴിയുക. അല്ല എന്തെങ്കിലും കണ്ടു കേട്ടു ആരെങ്കിലും പറഞ്ഞു ഉടനെ പെരുമ്പാമ്പ് പോലെ ചാടിക്കളിക്കുകയല്ല, ഉറഞ്ഞു തുള്ളുന്നതല്ല.
തൻ്റെ വികാര വിക്ഷോഭങ്ങളാകുന്ന വിഷപ്പാമ്പിനെ എടുത്ത് കൊത്തുന്ന, വിഷം തുപ്പുന്ന, വിഷം ചീറ്റുന്ന സ്വഭാവമാകുമ്പോൾ ഭോഗിയാണ്, ഭോഗി ജീവിതമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ദീപം കൊളുത്തുമ്പോൾ നമ്മുടെ ഈ വാർഷികാഘോഷം നമ്മൾ ഈ നാടിൻ്റെ നാനാഭാഗത്ത് ഓരോ ഗ്രാമങ്ങളിൽ വെച്ചിരിക്കുന്നത് ഈ ലക്ഷ്യത്തോടു കൂടിയാണ്. 3 സങ്കല്പം നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സ്പിരിച്വലായി വീട്ടിലിരുന്നു കൊണ്ട് എല്ലാ കടമകളും ചെയ്തുകൊണ്ട് നമുക്ക് ആധ്യാത്മികമായ ഒരു അടിത്തറ കിട്ടിക്കൊണ്ട് അടിത്തറയിൽ നിന്നുകൊണ്ട് ബിൽഡിംഗ് എത്ര വേണമെങ്കിലും മേലെ കൊണ്ടുപോകാം. അപ്പം എത്ര വല്ല പേമാരിയും കൊടുങ്കാറ്റും ഉണ്ടായാലും ബിൽഡിങ് അടിയൊലയില്ല. തീർച്ചയായും പേമാരിയും കൊടുങ്കാറ്റും നമുക്കെല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വരും. ഇത് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിഗത അനുഭവമാണ്. അതേത് സമയത്ത് ആർക്ക് എവിടുന്ന് എങ്ങനെ പേപ്പർ വരുന്നു എന്ന് പറയാൻ പോലും പറ്റില്ല. അപ്രതീക്ഷിതമായ ധാരാളം നമുക്കെല്ലാവർക്കും ഫേസ് ചെയ്യേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകണം. നമ്മളെല്ലാം ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിതയാത്ര പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം എന്തെല്ലാം ടെസ്റ്റ് പേപ്പറുകൾ കടന്നു പോയിട്ടുണ്ട്. ചിലത് LKG ലെവലായിരുന്നു, ചിലത് UKG ലെവലായിരുന്നു, ചിലത് 1ാം ക്ലാസ് ലെവലായിരുന്നു, ചിലത് 5th ലെവലാണ്, ചിലത് 10th പേപ്പറുകൾ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു, ചിലത് +2 പേപ്പറുകളായിരുന്നു, ചിലത് ഡിഗ്രി പേപ്പറുകളായിരുന്നു, ചിലത് PG പേപ്പറുകളായിരുന്നു, ചിലത് IAS പേപ്പറുകളും നമ്മളൊക്കെ പലർക്കും ക്രോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാക്കും. പക്ഷേ ഈ പേപ്പർ വരുമ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും നല്ല ഉത്തരം എഴുതി പാസ്സാകാൻ കഴിയുക, അതാണ് ജീവിതത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത്. ഓരോ പേപ്പറും നല്ല രീതിയിൽ പാസ്സാക്കുക, റാങ്കോടെ പാസ്സാക്കുക, ഡിസ്റ്റിങ്ഷനോടെ പാസ്സാക്കുക, ഫുൾ A+ പാസ്സാക്കുക, അതാണ് ഒരു നല്ല വിദ്യാർത്ഥിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ വാർഷികാഘോഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർ ഈ ദീപം കൊളുത്താൻ വരുമ്പോൾ മനസ്സിലാക്കി സങ്കല്പെടുക്കും, ഈ വണ്ടി എൻ്റെയാണ്, ഇത് ഓടിക്കുന്നത് ഞാനാണ്, എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും എൻ്റെ കൺട്രോളിലാണ്. ആരാ ഞാൻ ആത്മസ്വരൂപമാണ്, ഞാനൊരു ലൈറ്റാണ്. അതുകൊണ്ട് ഈ ലൈറ്റ്, ഈ ദീപം, ഈ ജ്യോതി തെളിയിക്കുമ്പോൾ ആദ്യം ഓർമ്മ വേണം, ഈ ശരീരത്തിനുള്ളിൽ ഞാനൊരു ജ്യോതിയാണ്. ആത്മാവിലാണ് മനസ്സും ബുദ്ധിയും സംസ്കാരവും. വിചാരശക്തി, തീരുമാനം എടുക്കാനുള്ള ശക്തി, സംസ്കാരത്തിൻ്റെ റെക്കോർഡിംഗ് സെൻറ്റർ. നമ്മൾ എന്ത് ചെയ്യുന്നോ അതെല്ലാം പോയി പതിയുന്നതും ഈ ദീപത്തിലാണ്. ഈ മൺചിരാത് ഉടഞ്ഞാലും ഈ ദീപം ഇതിൽ നിറങ്ങുമ്പോൾ, ഈ വെളിച്ചം ഇതിൽ നിന്ന് പോകുമ്പോൾ അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണല്ലോ പോണേ. ഒരിടത്ത് മരണം, ഒരിടത്ത് ജനനം. അപ്പം ഇവിടുന്ന് ഈ ദീപം ഇറങ്ങുമ്പോൾ അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക്, അടുത്ത ശരീരം, അടുത്ത വണ്ടി എടുക്കാൻ ഡ്രൈവർ പോവുക. കാരണം ഈ ഡ്രൈവർക്ക് മരണമില്ല, ജനിക്കുന്നതും മരിക്കുന്നതും ഞാനല്ല. ആരാണ്? ശരീരത്തിനേ ഉള്ളൂ ജനനം, ശരീരത്തിനേ ഉള്ളൂ മരണം. ഞാനാര്? ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഈ ശരീരത്തിൽ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ആ പാലം, ആ സമയം, ഇതിനെ ഉപയോഗപ്പെടുത്താൻ ഈ വണ്ടിക്ക് കറണ്ട് നൽകുന്ന, ഊർജം നൽകുന്ന, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് ഞാൻ. അതുകൊണ്ട് ഞാനിത് ഇറങ്ങുമ്പോൾ കൂടെ പോകുന്നത് എന്താണ്? എൻ്റെ മനസ്സ്, ബുദ്ധി, സംസ്കാരമാണ് എന്നോടൊപ്പം സഞ്ചരിക്കണം. എൻ്റെ വിചാരം, എൻ്റെ തീരുമാനം ജീവിതയാത്രയിലുടനീളം ഈ റെക്കോർഡിംഗ് സെൻറ്ററിൽ എന്ത് ഇംപ്രിൻസ് ഉണ്ടാക്കിയോ, പതിപ്പുകൾ, ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം ഇവിടെ പതിയും. അതാണ് എൻ്റെ കൂടെ സഞ്ചരിക്കുക. അതിന് യോജിച്ച വണ്ടിയാണ്, അതിന് യോജിച്ച അച്ഛനും അമ്മയും. എൻ്റെ മനസ്സ്, ബുദ്ധി, സംസ്കാരത്തിന് യോജിക്കുന്ന സ്ഥലത്താണ് അടുത്ത ജന്മം. അതുകൊണ്ട് ഞാൻ എവിടെ പോയി ജനിക്കണം, എനിക്ക് എങ്ങനെയുള്ള വണ്ടി കിട്ടണം, കണ്ണ് എങ്ങനെ ഉണ്ടാകണം, കാത് എങ്ങനെ ഉണ്ടാവണം, അച്ഛൻ എങ്ങനെ ഉണ്ടാവണം, അമ്മ എങ്ങനെ ഉണ്ടാവണം, ഏത് സ്കൂളിൽ പഠിക്കണം, കോളേജിൽ പഠിക്കണം, ടോട്ടൽ ലൈഫ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഈ ദീപം, ഈ ലൈറ്റ് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഈ സൂട്ട് കേസിലാക്കി ഞാൻ എന്താ കൊണ്ടുപോണേ?
ഇരിക്കുമ്പോൾ എന്താണോ ചെയ്യുന്നത് അതാണ് കൂടെ വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ദീപം തെളിയിക്കാൻ വരുമ്പോൾ നമ്മൾ ആ ലൈറ്റാണെന്നുള്ള ഓർമ്മയിൽ നമ്മൾ ഓരോരുത്തരും ലൈറ്റാണ്. ഞാൻ ഡ്രൈവറാണ്, ഞാനാണ് ഈ വണ്ടി ഓടിക്കണേ. അപ്പം അതുകൊണ്ട് ഈ കൈകൾ ഉപയോഗിച്ച് നിങ്ങൾ ചിരാത് അല്ലെങ്കിൽ കൈവിളക്കെടുത്ത് ഈ നിലവിളക്കിലെ ഒരു തിരി കൊളുത്തുമ്പോൾ ആ കൈവിളക്ക് പിടിക്കുന്ന കൈ സങ്കല്പം ഇത്രയും സ്ട്രോങ് ആക്കുക. ഈ കൈകാലിലൂടെ ഒരു അംഗവൈകല്യം ഇല്ലാത്തൊരു ശരീരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അർത്ഥം ഇതും വലിയ വരപ്രസാദമാണ്, പ്രഭുപ്രസാദമാണ്. നമ്മളിൽ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ സമൂഹത്തിൽ പലർക്കും കൈ വയ്യാതെ, കാല് വയ്യാതെ, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട്, എന്നിട്ടും നോക്കൂ അവർ ജീവിക്കുന്നു. ഉൾക്കാഴ്ച ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഉൾക്കാഴ്ചയുടെ ശക്തി ഉപയോഗിച്ച് അവർ നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും കേടുപാടില്ലാത്ത ഒരു വണ്ടി എൻ്റെ കയ്യിലുണ്ടർത്ഥം നമ്മൾ എത്രത്തോളം കൃതജ്ഞതയുള്ളവരായിരിക്കണം ഈ പ്രപഞ്ചത്തോടും ഈ സൃഷ്ടികർത്താവായ സർവശക്തിവാൻ പരമേശ്വരനോടും കിട്ടിയ ഈ ശരീരത്തോടും ഇത് നൽകിയ അല്ലേ സർവരോടും മാതാപിതാവിനോടും 5 തത്വത്തോടുമെല്ലാം. അതുകൊണ്ട് ദീപം തെളിയിക്കാൻ വരുമ്പോൾ ആദ്യത്തെ മഹാസങ്കല്പം ഇതെടുക്കൂ. ഇനിയുള്ള ആയുഷ്കാലം എത്ര വയസ്സ് വരെ നമുക്കിനി ജീവിതമുണ്ടോ? ഈ വണ്ടി നമ്മുടെ കയ്യിൽ 10 വർഷമുണ്ടോ, ഇനി 20 വർഷമുണ്ടോ, 5 വർഷമുണ്ടോ, അല്ലെങ്കിൽ 5 ദിവസമാകട്ടെ, അല്ലെങ്കിൽ 1 ദിവസമാകട്ടെ, എത്ര ആയുസ് നമുക്ക് നീട്ടി കിട്ടുന്നുണ്ടോ? കിട്ടുന്നതെല്ലാം ബോണസ്. ആ കിട്ടുന്ന സമയം, ആയുഷ്കാലം, ഈ ശരീരത്തിലെ ഓരോ കർമ്മേന്ദ്രിയത്തെയും ഞാൻ സദുപയോഗം ചെയ്യും. ശ്രേഷ്ഠ കാര്യത്തിനെ ഉപയോഗിക്കുള്ളൂ. ഞാൻ ഡ്രൈവറെ പോലെ ഈ വണ്ടിയുടെ മേലെ ഇത് തെറ്റ് ചെയ്യാൻ, എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്യാൻ എനിക്ക് മനസ്സിൽ തോന്നതിൽ വന്നാലും ഞാൻ ചെയ്യില്ല. മനസ്സിൽ വെച്ച് തന്നെ ആ തോന്നലിനെ ഇല്ലാതാക്കും. അതിനെന്ത് വേണം? നിയന്ത്രണ ശക്തി വേണം, കൺട്രോളിങ് പവർ വേണം, റൂളിങ് പവർ വേണം. അപ്പോൾ ആ പവർ നമുക്ക് പവർ ഹൗസിൽ നിന്ന് കിട്ടും. പവർ ഹൗസ് ആരാണ്? അതാണ് സർവശക്തൻ. നമ്മളെല്ലാം ബാറ്ററികളാണ്. നമ്മുടെ ചാർജ് എന്ത് ചെയ്ത് ഉപയോഗിച്ച് കുറഞ്ഞു. അവിടെയാണ് നമുക്ക് ആരുടെ ആവശ്യം? പവർ ഹൗസിൻ്റെ ആവശ്യം. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ 1-2 മൊബൈൽ ഉണ്ടാവും. രാവിലെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മൊബൈലും ചാർജിലിട്ടിട്ടാണ് കുളിക്കാൻ പോവുക. നമ്മൾ കുളിച്ച് വരുമ്പോഴേക്ക് റെഡിയാകുമ്പോഴേക്ക് ഇതിൻ്റെയും ചാർജ് വേണം. കാരണം ഫുൾ ഡേ എനിക്ക് ഉപയോഗിക്കണം. കൂടുതൽ ഉപയോഗിക്കുന്നവരെന്ത് ചെയ്യും? കയ്യിലൊരു പവർ ബാങ്കും കയ്യിൽ വെച്ചിട്ടാണ് പോണത് ആണോ? കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചാർജ് വേണം. കാരണം എനിക്ക് യൂസ് കൂടുതലാണ്, ഞാൻ കൂടുതൽ ബിസിയാണ്, കൂടുതൽ ഉത്തരവാദിത്വമുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് ചാർജർ ബാങ്ക് കയ്യിൽ വെച്ച് പോവുക. നമ്മൾ ഇടയ്ക്ക് അതിൽ കുത്തിവെച്ച് നമ്മുടെ ഫോണ് ചാർജ് ചെയ്ത് ഉപയോഗിക്കണം. അതേപോലെ ഇത് റീചാർജബിൾ ബാറ്ററിയാണ്. ഈ ലൈറ്റിൻ്റെ പ്രകാശം ഇപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കുന്നുണ്ട്. എന്താ വെളിച്ചം? ഈ ലൈറ്റിൻ്റെ ശാന്തി, സമാധാനം, സത്യത, ശുദ്ധി, സന്തോഷം, സഹിക്കാനുള്ള ശക്തി, ക്ഷമിക്കാനുള്ള ശക്തി, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തി. ഈ പവർ കുറച്ച് ഡിം ആയിട്ടുണ്ട് അർത്ഥം എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യണം. അതിൻ്റെ തെളിവെന്താണ്? പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, അൺകൺട്രോൾഡ് വാക്കുകൾ കയ്യിൽ നിന്ന് പോവുക, സ്ലിപ്പാവുക, എല്ലാ അവയവങ്ങളും കൺട്രോൾ വിട്ട് പോവുക. കഴിക്കുന്നതിൽ നിയന്ത്രണമില്ല, കുടിക്കുന്നതിൽ നിയന്ത്രണമില്ല, ഉറക്കത്തിൽ നിയന്ത്രണമില്ല, ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരുന്നില്ല. മീൻസ് അൺകൺട്രോൾഡ്. അപ്പോൾ കൺട്രോളിങ് പവർ കുറവുണ്ട്. അപ്പം നമുക്ക് എന്ത് വേണം? രണ്ടാമത്തെ മഹാസങ്കല്പം ദീപം കൊളുത്താൻ വരുമ്പോൾ രണ്ടാമത്തെ സങ്കല്പം എന്താണ്? സർവശക്തിവാൻ പ്രഭു പരമാത്മാവിൻ്റെ അടുത്ത് ഒരു കണക്ഷൻ നമുക്ക് വേണം. ഡെയിലി രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കുളിച്ച് റെഡിയായി നിങ്ങളുടെ മൊബൈൽ ചാർജിൽ വെക്കും പോലെ നിങ്ങൾ റെഡിയായതിന് ശേഷം രാവിലെ ആദ്യം ഈ ബാറ്ററി ഒരു 5 മിനിറ്റ് ചാർജ് ചെയ്യും. 5 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട. 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യും. അതിനാണ് മെഡിറ്റേഷൻ. എന്തിനാണ്? ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ.
സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമൃദ്ധിയുമുള്ള ഒരു ജീവിതം ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ സ്വർഗമായി. അങ്ങനെ വീടുകളിൽ സ്വർഗം രചിക്കുമ്പോഴാണ് നമ്മുടെ നാട് വീണ്ടും സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ സന്ദേശം ഈ ലോകത്തിന് കൈമാറുന്നത്. അപ്പം ആ സ്വർണിമ ലോകത്തിൻ്റെ നിർമ്മാണത്തിനായിട്ടാണ് ഭഗവാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഇതൊരു മാനവൻ്റെ കർത്തവ്യമല്ല, ഇത് ഈശ്വരൻ്റെ മാത്രം കർത്തവ്യമാണ്. മുഴുവൻ വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുക, മുഴുവൻ വിശ്വത്തിലുള്ള മക്കൾക്ക് സുഖശാന്തി നൽകുക, ഇത് പരമേശ്വര കർത്തവ്യമാണ്. ആ കർത്തവ്യം നടക്കുന്നതിൻ്റെ 88ാം വാർഷികമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കണേ. അതുകൊണ്ട് ഈ ആഘോഷവേളയിൽ ദീപധ്യാനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നമുക്കെല്ലാവർക്കും ചേർന്ന് അല്പസമയം ധ്യാനം ചെയ്യാം. ഈ ധ്യാന സങ്കല്പത്തോടു കൂടി ധ്യാനത്തിനൊടുവിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലൈനായിട്ട് വന്ന് ഈ നിലവിളക്കുകൾക്ക് ഓരോന്നിൻ്റെയും നേരെ ലൈനുകളായി ഈ മഹത്തായ ശ്രേഷ്ഠ സങ്കല്പത്തോടു കൂടി വേണം നിങ്ങൾ ദീപം തെളിയിക്കാൻ. ഈ 3 കാര്യം, ലൈറ്റ്, മൈറ്റ്, ലൈറ്റ് കൊടുക്കുക. ഞാൻ ജ്യോതി, പരമാത്മ ജ്യോതിയുമായി കണക്റ്റഡായി എല്ലാവർക്കും ലൈറ്റ് കൊടുക്കുന്ന കാര്യം ഞാൻ ചെയ്യും. അപ്പം ഈ സങ്കല്പം നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് ധ്യാനത്തിലിരിക്കാം. നിവർന്നിരിക്കാം. ശ്രദ്ധ ശരീരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ മനസ്സിലേക്ക്. ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരാം. പുരിക മധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മദീപമാണ് ഞാൻ. ശിരസിനുള്ളിൽ കടാവിളക്ക് പോലെ പ്രകാശിക്കുന്ന ആത്മചൈതന്യമാണ് ഞാൻ. അകക്കണ്ണ് തുറക്കൂ. മനസ്സിൻ്റെ സ്ക്രീനിൽ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മജ്യോതിസിനെ കാണൂ. ശിരോമധ്യഭാഗത്ത് പ്രകാശിക്കുന്ന ആത്മാവാകുന്ന ദീപം ശാന്തമായ ഒരു വെളിച്ചമാണ് ഞാൻ. ശാന്തിയുടെ വെളിച്ചമാണ് ഞാൻ. ശാന്തിയുടെ ശീതളമായ വെളിച്ചം ആത്മാവിൽ നിന്നൊഴുകി ശിരസ് മുതൽ പാദം വരെ നിറഞ്ഞ് ശരീരമാകുന്ന ഈ ക്ഷേത്രം മുഴുവൻ ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രകാശം നിറയുകയാണ്. മനസ്സും ശരീരവും ശാന്തമാക്കുകയാണ്. ഞാൻ ദിവ്യ ജ്യോതി സ്വരൂപമാണ്. ആത്മീയ ചൈതന്യ പ്രകാശമാണ്. പരമേശ്വര സന്താനമാണ് ഞാൻ. മനസ്സുകൊണ്ട് പരമേശ്വര സന്നിധാനത്തിലേക്ക് ഉയരാം.
ഈ ഭൂമി, അന്തരീക്ഷം, സൗരയൂഥത്തിന് മകളെ ബ്രഹ്മാണ്ടത്തിൻ്റെ നിറകയിൽ കാവ്യനിറമാർന്ന് ബ്രഹ്മമഹത്തത്വം, സൈലൻസ് വേൾഡ്, നിശബ്ദതയുടെ ലോകം, ഒരു മിന്നാമിനിങ് പോലെ ഒഴുകി പരിപൂർണ നിശബ്ദതയിൽ ആ പരമ്പൊരുളിൻ്റെ, പരമശക്തിയുടെ പരമസ്രോതസ്സിലേക്ക് എൻ്റെ മനസ്സും കണക്റ്റഡ് ആക്കുകയാണ്. ഞാനും ഭഗവാനും ശാന്തിയുടെ ആ മഹാസാഗരത്തിൽ മുങ്ങി 60 സെക്കൻഡ് സമയം ആ പരമചൈതന്യക്കടലിൽ മനസ്സ് മുങ്ങുകയാണ്. മുഴുകുകയാണ്. സർവശക്തിവാൻ പ്രഭു 1000 കൈകൾ നീട്ടി ആ കരവലയത്തിനുള്ളിൽ എല്ലാം മറന്ന് എല്ലാ ഭാരവും പരമേശ്വരന് സമർപ്പിച്ച് ഭാരരഹിതമായ ഒരു മനസ്സോടുകൂടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മനസ്സ് പരിപൂർണ ശാന്തം, സമാധാനപൂർണം, സശക്തം, ലൈറ്റ് മാത്രം. എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് സ്വസ്ഥമായിരിക്കാൻ എനിക്ക് കിട്ടിയ ഈ നിമിഷങ്ങൾ പരമേശ്വരൻ്റെ മടിത്തട്ട് സമസ്ത വിശ്വത്തിലും എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഭഗവാന്റെ മക്കളെല്ലാം ഈശ്വരീയ വെളിച്ചത്തിൽ ഭഗവാന്റെ സഹസ്രകോടി ഭുജങ്ങൾക്കുള്ളിൽ സമസ്ത വിശ്വവും സുരക്ഷിതരായിരിക്കട്ടെ. ഭഗവാന്റെ മക്കളുടെ എല്ലാ ഹൃദയങ്ങളിൽ
ജനകോടികളുടെ ഹൃദയങ്ങളെല്ലാം ശാന്തമാകട്ടെ. സർവ ദുഃഖങ്ങളിൽ നിന്നും സദാകാലത്തേക്ക് മുക്തി ഉണ്ടാവട്ടെ. ഭഗവാന്റെ കിരണങ്ങളാകുന്ന കൈകൾ നീണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സ്പർശിച്ച് ഹൃദയങ്ങളെല്ലാം സശക്തമാകട്ടെ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് ജീവിത വിജയികളാക്കാനുള്ള മനക്കരുത്ത് സർവശക്തിവാന്റെ കിരണങ്ങളാകുന്ന കോട്ടയ്ക്കുള്ളിൽ എല്ലാവർക്കും ശക്തി ലഭിക്കട്ടെ. പരമേശ്വര കിരണങ്ങൾ പ്രകൃതിയുടെ 5 തത്വങ്ങളെയും തഴുകിത്തലോടി പഞ്ചഭൂതങ്ങളും ശാന്തവും സ്വസ്ഥവും ശുദ്ധവും ശീതളവുമാകട്ടെ. എല്ലാവരുടെ ഉള്ളിൽ ലൈറ്റ് തെളിയട്ടെ. ആത്മദീപം ജ്വലിക്കട്ടെ. നമ്മളെല്ലാം ഭഗവാന്റെ മക്കളാണെന്ന ശുദ്ധമായ അൺകണ്ടീഷണൽ ലവ്, ആത്മീയ സ്നേഹത്തിൻ്റെ ഊർജ്ജതരംഗം എല്ലാവരുടെയും വ്യവഹാരത്തിലുണ്ടാവട്ടെ. പരസ്പരം വെളിച്ചം കൊടുക്കുന്നവരായി മാറട്ടെ. സർവർക്കും മനോസുഖമുണ്ടാവട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി. മഹാജ്യോതിസായ പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ് നാം ഓരോരുത്തരും. നാം ഓരോ ആത്മജ്യോതിയുടെയും പ്രകാശം അത്യുജ്വലമാക്കുന്നതിനായി മഹാജ്യോതിയുടെ സ്മരണ കൂടിയേ തീരൂ എന്ന് വളരെയധികം വ്യക്തമാക്കി മീനാജി നമുക്ക് മനസ്സിലാക്കി തന്നു. ഇനി അടുത്തതായി
പരമാത്മ പ്രത്യക്ഷതയുടെ കൊടി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഈ ഭൂമിയിൽ പാറിക്കാൻ ആരംഭിച്ച് 88 സംവത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഇതിൻ്റെ ഓർമ്മ സൂചകമായി ഇപ്പോൾ വേദിയിൽ നമ്മുടെ ബ്രഹ്മകുമാരീസ് മുതിർന്ന സഹോദരീ സഹോദരന്മാർ കൊടി പാറിക്കുന്നതായിരിക്കും. അതിനു മുൻപായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ സെൽവി അവർകൾ വേദിയിലേക്ക് വന്ന് 2 വാക്ക് ആശംസകൾ നൽകുന്നതായിരിക്കും. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്രഹ്മകുമാരീസ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, കടമ്പഴിപ്പുറത്ത് ബ്രഹ്മകുമാരീസിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇതിലംഗമാവാനും നിങ്ങളെ കണ്ട് 1-2 വാക്കുകൾ സംസാരിക്കാനും അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. ഈ 25ാം വാർഷികം ആഘോഷിക്കുന്ന ബ്രഹ്മകുമാരീസ് സംഘടനയ്ക്ക് എല്ലാവിധ വിജയാശംസകളും ആദ്യമായി ഞാൻ നേരുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്ററോട് സൂചിപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ശാന്തി, സമാധാനം, നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ശാന്തിയും സമാധാനവുമാണ്. എങ്കിൽ നമ്മൾ ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പുറകോട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനത്തിലും ആണോ നാം ജീവിക്കുന്നത്? അങ്ങനെ നമ്മൾ ശാന്തിയും സമാധാനവും തേടി മറ്റുള്ള മേഖലകളിൽ ഓടുമ്പോൾ, ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് നാം പോകേണ്ടത്? എവിടെയാണ് നമുക്ക് ശാന്തി കിട്ടേണ്ടത്? എവിടെയാണ് നമുക്ക് സന്തോഷം കിട്ടേണ്ടത് എന്ന് നമ്മൾക്ക് കൃത്യമായി അറിയാൻ സാധിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ വാക്കുകളിലൂടെ. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംവിധാനം ഉള്ളപ്പോൾ നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാവുകയും നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾക്കും പുതിയ തലമുറകൾക്കും പകർന്നു കൊടുക്കേണ്ട ഒത്തിരി സന്ദേശങ്ങൾ നമ്മൾക്കിവിടെ നിന്ന് ലഭിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണം. അങ്ങനെ നമ്മളുടെ കുടുംബത്തിൽ, നമ്മുടെ പുതിയ തലമുറകൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അച്ഛനമ്മമാർക്ക്, നമ്മൾക്കെല്ലാവർക്കും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞായി ഉണ്ടാകട്ടെ. അതിനായി ഈ ബ്രഹ്മകുമാരി സിസ്റ്റേഴ്സിൻ്റെ ഈ പ്രവർത്തനം ഈ മേഖലയിൽ വളർന്ന് വലുതാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ഷെൽവി അവർകൾക്ക് ബ്രഹ്മകുമാരി മീന ബഹൻജി ഈശ്വരീയ ഉപഹാരം നൽകുന്നു. അടുത്തതായി വേദിയിൽ ബ്രഹ്മകുമാരി സഹോദരിമാർ ചേർന്ന് പരമാത്മ പ്രത്യക്ഷതയുടെ ധ്വജം പാറിക്കുന്നതായിരിക്കും. സർവേശ്വരൻ്റെ ദിവ്യ അവതരണത്തിൻ്റെ വിളംബരം ലോകരിലേക്ക് എത്തിക്കുന്നതിനായി 88 സംവത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ 88 സംവത്സരങ്ങളുടെ ചൈത്രയാത്ര നമുക്കിപ്പോൾ അതിൻ്റെ സ്മരണയ്ക്കായി പരമാത്മാ ധ്വജം വീശിക്കൊണ്ട് ആഘോഷിക്കാം. നിങ്ങളെല്ലാവരും പരമാത്മ സ്മൃതിയിൽ സ്ഥിതി ചെയ്ത് ഈ മനോഹരമായ ദൃശ്യം വീക്ഷിക്കേണ്ടതാണ്. ശിവധ്വജം പാറുമീ ഭൂമിയിൽ പരമാത്മാ സാദരം സ്വാഗതം. ശിവധ്വജം പാറുമീ ഭൂമിയിൽ പരമാത്മാ സാദരം സ്വാഗതം.
അമ്പരമാകെയൊരുത്സവമായി ഗംഗായമുനകൾ പുളകിതമായി സത്യമറിഞ്ഞവരുണരുകയായി ഭഗവാൻ ധരണിയിലാഗതനായി. ഉത്സവമായി ഗംഗായമുനകൾ പുളകിതമായി സത്യമറിഞ്ഞവരുണരുകയായി ഭഗവാൻ ധരണിയിലാഗതനായി. ശിവധ്വജം പാറുമീ ഭൂമിയിൽ. ഇനിയും ലോകത്തിൽ പരമാത്മാവിൻ്റെ സന്ദേശം എത്താത്ത സ്ഥലങ്ങളിൽ പരമാത്മ സന്ദേശം പടരട്ടെ എന്ന ശുഭഭാവന വയ്ക്കാം. എല്ലാവർക്കും നന്ദി. അടുത്തതായി ഈ 88-ാം വാർഷികത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ബ്രഹ്മകുമാരീസ് കോട്ടക്കൽ ശാഖയുടെ നേതൃത്വം വഹിക്കുന്ന ശാന്ത ബെഹൻജിയെ ക്ഷണിക്കുന്നു. ഓം ശാന്തി. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ആത്മീയ സഹോദരി സഹോദരന്മാർക്ക് നമസ്കാരം. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം 88-ാം വാർഷികം ദേശവിദേശങ്ങളിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കടമ്പഴിപ്പുറത്ത് ബ്രഹ്മകുമാരീസ് സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 25 വർഷമായി. 25-ാം വാർഷികവും ആഘോഷിക്കുന്നു. ഈ ആഘോഷ പരിപാടിയിൽ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ സിസ്റ്ററുടെ പ്രഭാഷണത്തിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അതെല്ലാവരും ജീവിതത്തിൽ പകർത്തണമെന്നുള്ള ദൃഢസങ്കല്പവും എല്ലാവരും വെച്ചിട്ടുണ്ട്. സിസ്റ്റർ 3 സങ്കല്പങ്ങൾ പറഞ്ഞു. അതോടൊപ്പം 4-മതായിട്ടൊരു സങ്കല്പം പറയുകയാണ്. ഈ കേട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാത്രം ജീവിതത്തിൽ അനുഭവിച്ചാൽ പോരാ, ഏതുവരെ ഈ ശരീരത്തിൽ ആത്മാവുണ്ടോ അതുവരെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ആധ്യാത്മിക ജ്ഞാനവും സഹജ രാജയോഗ വിദ്യയും സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബ്രാഞ്ച് കടമ്പഴിപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. 365 ദിവസവും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ ശാഖയിൽ പോയി ഈ കേട്ട കാര്യങ്ങൾ ജീവിതാവസാനം വരെ നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒരു ദൃഢസങ്കല്പം കൂടി ഈ ദീപം കത്തിക്കുന്ന സമയത്ത് എടുക്കണം. അതോടൊപ്പം നമ്മൾ ഇതിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഇപ്പം ഇതുപോലെ നിലവിളക്ക് കത്തിക്കുന്നതിന് വേണ്ടി പറയാറുണ്ട്, കൈവിളക്ക് ആവശ്യമാണ്. കൈവിളക്ക് ഉപയോഗിച്ച് നിലവിളക്ക് കത്തിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഈ കടമ്പഴിപ്പുറത്തുള്ള ഈ ദേശവാസികളെ ഓരോ കൈവിളക്കുകളായി മാറി അനേകരുടെ ജീവിതത്തിൽ ആത്മജ്യോതി തെളിയിക്കുന്നതിന് നിമിത്തമായി മാറണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ബ്രഹ്മകുമാരീസിൻ്റെ 88-ാം വാർഷിക ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഓം ശാന്തി. അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് ഈ വാർഷികത്തിൽ ദീപം തെളിയിക്കാൻ വന്നവരാണ്. അപ്പം നിങ്ങളെല്ലാവർക്കും ദീപം തെളിയിച്ചതിന് ശേഷം പ്രസാദം ആശ്രമത്തിൽ നിന്നുണ്ടാക്കി നിവേദ്യം സമർപ്പിച്ച പ്രസാദമുണ്ട്. അതും കൂടി സ്വീകരിച്ചിട്ട് വേണം എല്ലാവരും പോകാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ദീപം തെളിയിക്കാൻ വരും. അതിനു മുമ്പ് നിങ്ങളോട് എല്ലാവരോടുള്ള റിക്വസ്റ്റാണ്, നിങ്ങൾ ആർക്കും മെഡിറ്റേഷൻ പഠിക്കാൻ താല്പര്യമുണ്ടോ, നാളെ മുതൽ നമ്മുടെ ഇവിടുത്തെ സേവാ കേന്ദ്രം രജിസ്ട്രാർ ഓഫീസിൻ്റെ എതിർവശത്തുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് 3, വൈകിട്ട് 3 ബാച്ച് ഉണ്ട്. ഒരു ബാച്ചിൽ നിങ്ങൾ കുടുംബസമേതം പോയി മെഡിറ്റേഷൻ പഠിക്കൂ, യൂസ് ചെയ്യൂ. മക്കൾക്കും പേരമക്കൾക്കും പഠിക്കാൻ പ്രചോദനം കൊടുക്കൂ. വരാൻ പോകുന്ന കാലഘട്ടത്തെ അതിജീവിക്കാൻ നമുക്കിത് അത്യന്താപേക്ഷിതമാണ്. ഈ അവസരത്തിൽ സിസ്റ്റർക്ക് ഒരു ഫാമിലിയെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഈ ബ്രാഞ്ച് ഇവിടെ കൊണ്ടുവന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ആരംഭിക്കാൻ നിമിത്തമായത് നിങ്ങളെപ്പോലൊരു കുടുംബമാണ്.
അപ്പം അവരെ ഈ അവസരത്തിൽ വളരെ ആദരവോടുകൂടി സ്മരിക്കുകയാണ്. രാധാകൃഷ്ണൻ ഭായിയും ചെമ്പക മാതാജിയും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിലേക്കൊന്ന് വരൂ. രാധാകൃഷ്ണൻ ഭായി, ചെമ്പകമാജി വരും. ഇവർ രണ്ടുപേരും വളരെയധികം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, ആശംസകളും ഈ മുഴുവൻ ഈശ്വരീയ കുടുംബത്തിലെ ലക്ഷോപലക്ഷം ബ്രഹ്മകുമാരി കുമാരന്മാരുടെയും സർവേശ്വരൻ്റെയും ഹൃദയത്തിൽ നിന്ന് ആശീർവാദം ഇവർക്ക് രണ്ടുപേർക്കും, കുടുംബത്തിനും, ഇവരുടെ രണ്ടുപേരുടെയും മക്കളും എല്ലാവരും ടോട്ടൽ കുടുംബം സഹയോഗികളാണ്. ഇവരുടെ ഫാമിലിയിൽ നിന്ന് ഇവർ നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ഈ സഹോദരി കവിത സിസ്റ്റർ. ഈ ജില്ലയുടെ പാലക്കാട് മലപ്പുറത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഇവരുടെ കുടുംബം സമർപ്പിച്ചതാണ് ഈ കന്യകയും. ഒപ്പം ഈ കടമ്പഴിപ്പുറത്തെ സേവനത്തിന് നിമിത്തം ഇവർ രണ്ടുപേരുമാണ്. അപ്പം അതുകൊണ്ട് ഈ അവസ്ഥ ഇവരിവിടുന്ന് പാലക്കാട് വന്നാണ് സത്സംഗം കേട്ടിരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഇവർക്ക് ജ്ഞാനം കിട്ടിയിട്ട് ഇപ്പോൾ 30ഓളം വർഷങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് അവർ നിത്യവും ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുകയും അവരുടെ മക്കളെയും എല്ലാം അതേ മാർഗത്തിലേക്ക് നയിച്ച് അവർ കൊണ്ടുപോകുന്നുമുണ്ട്. അവരുടെ കുടുംബത്തിലിരുന്നുകൊണ്ട് ഇത്രയും നല്ല ശ്രേഷ്ഠ ജീവിതം നിങ്ങൾക്കറിയാലോ. കടമ്പഴിപ്പുറത്ത് ഒരു കുഞ്ഞു കടയിലിരുന്നുകൊണ്ട് രാധാകൃഷ്ണൻ ഭായിയുടെ അധ്വാനം ഇന്നും മക്കളെല്ലാം നല്ല നിലയിലായിട്ടും ആ അധ്വാനത്തോടു കൂടി ആധ്യാത്മികമായ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്ന ഈ കുടുംബം വളരെ നല്ലൊരു മാതൃകയാണ് ഈ നാടിനും നിങ്ങളെപ്പോലെയുള്ള ധാരാളം കുടുംബത്തിനും. ഇവർക്കൊരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. രണ്ടുപേരും ചേർന്നത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ പുഷ്പം രണ്ടുപേർക്കും സമർപ്പിക്കുക. അടുത്തതായി എല്ലാവരും വരിവരിയായി ദീപം തെളിയിക്കാനായിട്ട് വരേണ്ടതാണ്. സ്റ്റേജിലെ വേദിയിലെ രണ്ട് വശത്തു നിന്നും രണ്ട് വരിയായിട്ട് വന്ന് എല്ലാവരും ദീപം തെളിയിക്കുക. ദീപം തെളിയിച്ചതിന് ശേഷം ആരെല്ലാമാണോ ദീപം തെളിയിച്ചു കഴിഞ്ഞവർ അവർ വരിവരിയായി വേദിയിലേക്ക് കയറി ബ്രഹ്മകുമാരി മീന ബെഹൻജിയുടെ കയ്യിൽ നിന്നും ഈശ്വരീയ വരദാനം സ്വീകരിക്കേണ്ടതാണ്. അതിനുശേഷം ഈ ഹാളിന്റെ പിറകു വശത്തായി ഈശ്വരീയ പ്രസാദവും നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അതും കഴിച്ചതിന് ശേഷം മാത്രം പോവുക. നാളെ മെയ് 5 ഞായറാഴ്ച രാജയോഗ മെഡിറ്റേഷൻ്റെ സൗജന്യ ക്യാമ്പ് ബ്രഹ്മകുമാരീസ് കടമ്പഴിപ്പുറം ശാഖയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. സമയം രാവിലെ 7 മുതൽ 8 വരെ ഒരു ബാച്ച് ഉണ്ട്. പിന്നീട് 10 to 11, വൈകുന്നേരം 5 to 6. താല്പര്യമുള്ള ബാച്ചുകളിൽ നിങ്ങൾക്ക് ഹാളിൻ്റെ സൈഡിൽ വെച്ച രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെന്ന് അവരവരുടെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ലൈനായിട്ട് നീണ്ട ലൈനിൽ നിൽക്കണ്ട, ഫ്രണ്ടിലേക്ക് വരാം. ഓരോ വിളക്കിൻ്റെ അടുത്ത് ലൈനാകാം. ഓരോ വിളക്കിൻ്റെ അടുത്തും ആ ബാക്കിൽ നിൽക്കുന്നവർ അടുത്ത വിളക്കിൽ കൊളുത്തിക്കോളും. സിസ്റ്റർ എല്ലാ വിളക്കിൻ്റെ അടുത്തും ലൈനായിട്ട് ഓരോ സിസ്റ്റേഴ്സ് ഓരോ വിളക്കിൻ്റെ അടുത്ത് നിങ്ങൾ ദീപം തെളിയിച്ചവർ പ്രസാദം കഴിച്ചിട്ട് വേണം പോകാൻ. ദീപരാജനാം നീ മാത്രം എന്നും സൂര്യപ്രഭാമയൻ. ഏറെ നാളായി ദീപമെല്ലാം
കരിഞ്ഞുപോയി ദീപരാജനാം നീ മാത്രം എന്നും സൂര്യപ്രഭാമയൻ. കാത്തിരുന്നൊരാ നാൾ വന്നു കാലചക്രപ്രഭാതമായി കാരുണ്യത്തിൻ ദീപം വന്നു കലിയുടെ കാലം കഴിഞ്ഞു പോ. ശാന്തി സമാധാനമായി തിരികൊളുത്തി ഈശ്വരീയ വരപ്രസാദം. മെയ് 5 മുതൽ തുടങ്ങുന്ന രാജയോഗ ധ്യാനത്തിന്റെ ക്ലാസ്സിനായി എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ട് പോവുക. അവരവരുടെ പേര് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ഈ വിദ്യാലയം നൽകുന്ന ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ രാജയോഗ മെഡിറ്റേഷനുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ട് വേണം നിങ്ങൾ തിരികെ പോകാൻ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിങ്ങളെല്ലാവരും വന്ന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ നൽകി ആ രജിസ്ട്രേഷൻ നിങ്ങൾ ഓരോരുത്തരും പൂർത്തിയാക്കണം. ഈ ഈശ്വരീയ വരപ്രസാദം ജീവിതത്തിലെ എല്ലാ സമയത്തും നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളത് ചേർക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു.
സെന്റർ കാണാത്തവരെല്ലാവരും സെന്ററിൽ പോയി ബാബ വീട്ടിൽ പോയി മെഡിറ്റേഷൻ ചെയ്തിട്ട് വേണം പോകാൻ. ഇവിടുന്ന് തൊട്ടടുത്താണ് സെന്റർ. ഒരു 1.5-2 കിലോമീറ്റർ കഷ്ടിച്ചുള്ളൂ. രജിസ്ട്രാർ ഓഫീസിന് നേരെ ഓപ്പോസിറ്റാണ്. ഏതെല്ലാം സേവാ കേന്ദ്രങ്ങളിൽ നിന്ന് BKS വന്നിട്ടുണ്ടോ നിങ്ങളെല്ലാവരും തീർച്ചയായും സെന്ററിൽ പോയിട്ട് പോകണം.